എല്ലാവർക്കും നമസ്കാരം. ഒരു അമ്മയുടെ അനുഭവമാണ്. അമ്മ പെട്ടെന്ന് തന്നെ പറയാൻ വേണ്ടി പറഞ്ഞു ട്ടോ. പിന്നെ കുറേ ആളുകൾ കാത്തിരിക്കുന്നുണ്ട് അനുഭവങ്ങൾ പറയുന്നത് കേൾക്കാനായിട്ട്. ക്ഷമിക്കുക ട്ടോ. ഞാൻ എല്ലാവരുടേതും പറയും. കാത്തിരിക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. മോനെ നമസ്കാരം. കൃഷ്ണ ഗുരുവായൂരപ്പ. മോനെ ഞാൻ വീണ്ടും ഒരു കൃഷ്ണാനുഭവം പറയാണേ. തൊഴുതിറങ്ങിട്ടോ. ഏറെ ക്ഷീണിതയായ എനിക്ക് വരി നിൽക്കാതെ പ്രസാദം ഉണ്ണുവാൻ കണ്ണൻ ഗുരുവായൂരിൽ നിന്ന് സഹായിച്ചു. അടുത്തിടെ ഞാൻ ഗുരുവായൂർ പോയിരുന്നു. മമ്മിയൂര് പോവാൻ ശരീരത്തിന്റെ ക്ഷീണം അനുവദിച്ചില്ല. ഇടത്തരകത്ത് കാവല് അമ്മയുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചിരുന്നു. വെളിയിൽ വന്നപ്പോൾ കണ്ട ഭഗവാന്റെ ചിത്രത്തിൽ നോക്കി, ഇന്നെനിക്ക് വയ്യ കണ്ണാ, ഇവിടുന്ന് അല്പം പ്രസാദം ഉണ്ണാൻ കൊതിയുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ ചീട്ടാക്കിയ വഴിപാടുകൾ വാങ്ങാൻ കൗണ്ടറിലേക്ക് നടന്നു. അന്നദാനശാലയ്ക്ക് മുന്നിലെത്തിയപ്പോൾ വെറുതെ അവിടേക്ക് കടത്തിവിടുന്ന ഒരാളോട് ചോദിച്ചു, എനിക്ക് ഏറെ ക്ഷീണമുണ്ട്, ഞാനും കൂടെ ഒന്ന് കയറിക്കോട്ടെ എന്ന്. അവരോട് ചോദിച്ചുട്ടോ. ഒരു മടിയും കൂടാതെ കയറിക്കോളൂ എന്ന് അനുവാദം തന്നു. എൻ്റെ പൊന്നു കണ്ണനല്ലാതെ വേറെ ആരാണത്? ക്യൂവിൽ നിൽക്കാതെ പ്രസാദം കഴിക്കുവാൻ എനിക്കുണ്ടായ രണ്ടാമത്തെ അനുഭവമാണിത്. ഞാൻ വല്ലാതെ ക്ഷീണിച്ചാണ് മിക്കവാറും ഗുരുവായൂർ പോവാറുള്ളത് മോനെ. എൻ്റെ പേര് ശോഭന. ഞാൻ റിട്ടയർ ചെയ്ത ടീച്ചറാണ്. കണ്ണൻ്റെ അനുഭവം പറയാൻ അല്പം വൈകി. ഒരുപാട് നാളുകൾ ഒരു വഴിപാട് കൊടുക്കാൻ പോയതാണ്. അതും ഭംഗിയായി കണ്ണൻ നടത്തി തന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അമ്മമാരുണ്ടല്ലേ പ്രായമായിട്ട് ക്ഷീണമായിട്ട് ഗുരുവായൂർ വരുന്നത്. അപ്പോൾ അവരെ ഭഗവാൻ കാണണം. ഭഗവാന്റെ രൂപത്തിൽ വരുന്ന ദേവസ്വം അവരൊക്കെ കാണണം. കണ്ടേ പറ്റുള്ളൂ. എന്താ കഥ? കണ്ടില്ലെങ്കിൽ ഭഗവാന് അതിഷ്ടാവില്ല. അതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് ടീച്ചറുടെ അമ്മയുടെ അനുഭവം എല്ലാവരിലേക്ക് എത്തിക്കുക. നിങ്ങൾക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ക്ഷീണമാവുന്നത് ഗുരുവായൂരെത്തിയിട്ടൊക്കെ തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് വളരെ ക്ഷീണാവസ്ഥയിലുണ്ടാവുന്ന ഒരുപാട് ആളുകളുടെ ശാരീരിക അവസ്ഥകളും അസുഖങ്ങളും പിന്നെ മനസ്സിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. സങ്കടങ്ങളൊക്കെ ആയിട്ടും സന്തോഷമൊക്കെ ആയിട്ടും ഒക്കെ കണ്ണനും കാണാൻ വരുന്നതല്ലേ. വേറെ ഒന്നും പറയാനില്ല കേട്ടോ. ഹരേ കൃഷ്ണ. വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്നവർക്ക് ജോയിൻ ബട്ടണിലൂടെ വരാം. ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അവിടെയൊക്കെ. ഹരേ കൃഷ്ണ.